ആ ചന്ദ്രേട്ടാ പിന്നെ ഞാനീ പോവാണ് അപ്പൊ ഇതിന്റെ കോപ്പി വേണമെന്നാ അങ്ങനെ പറഞ്ഞേ. എന്റെ മക ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. അപ്പനിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല. കുട്ടന്റെ പാട്ടിലുണ്ടെങ്കിലും ഒന്ന് വിവരങ്ങൾ പറ. ഇന്നീ കാര്യമായിട്ട് നോക്ക്. അത് നമുക്ക് ശരിയാക്കേ. ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യടോ. 5 മിനിറ്റ് കേട്ടോ. വരുന്നു. അതെ, ചായയും കടിയൊന്നും റെഡി ആയില്ലേ? കുട്ടിയേട്ടൻ വന്നിട്ട് നേരെ എത്ര വെച്ചിട്ടാ? അനക്ക് അവിടെ പോയി കുടിച്ചുവിടറാ. ഞാൻ ചായ പറയാതെ കഴിച്ചിട്ടാ അറിയണത്. അല്ലല്ലേ ആരപ്പോ കടയില്? ഞാൻ എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോ ശ്രീകുട്ടിനെ അമ്മനെ ആക്കിട്ടല്ല പോരാട്ടുള്ളത്. അവർക്കിപ്പോ കച്ചവടമൊക്കെ അറിയേ, അവര് മതി. അല്ല ബാബു എവിടെ? എവിടേക്കാണ് ഏട്ടൻ പോയി? ഏട്ടൻ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഓൻ വല്ല ആവശ്യത്തിനും പോയതാവും. ഓന് കൊണ്ടുപോകാനുള്ള പെട്ടിയോ കാര്യങ്ങളോ എന്തൊക്കെ ഒന്ന് നേരെയൊക്കെ വെക്കാൻ നോക്കാം. ഇങ്ങനെ മൈൻഡായിട്ടിരിക്കാതെ. പെട്ടിട്ടാണ് ഞാനല്ല പോകുന്നു. അല്ലളിയാ മണിക്കൂട്ടർ കോഴ്സൊക്കെ തീരാനായോ? കോഴ്സ് കഴിഞ്ഞ് 2 മാസം കൂടെ ഉള്ളൂ. ഏതായാലും ബാബുവിന് ഇപ്പൊ നല്ല ജോലിയൊക്കെ ആയാലോ. കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാം. എന്താ അല്ല കുട്ടിയേട്ടാ, സുരേഷ് വിളിക്കലില്ലേ? ഇപ്പൊ ചോദ്യത്തിലൊക്കെ എന്താ അർത്ഥാടി ഉള്ളത്? എല്ലാരും കയ്യിൽ സാധനല്ലേ ഇപ്പൊ. എപ്പോ വേണേലും വിളിക്കാലോ. ദിവസം 2-3 പ്രാവശ്യമൊക്കെ അവർ വിളിക്കും. എന്റെ അളിയാ 10-25 കൊല്ലം മുമ്പ് റാസൽക്കൈമേൽ നിന്നിരുന്ന കാലത്തുണ്ടല്ലോ. മനസ്സിലായില്ല. 30 ദിർഹം കയ്യിൽ ഒത്തു വന്ന അതിന് പോയിട്ടൊരു ഫോൺ കാർഡ് വാങ്ങണതും എന്നിട്ട് ആ കുത്തറ നിർത്തിയ പെട്ടിനാട് ചെന്നിട്ട് നാട്ടിൽ ഫോൺ ചെയ്യണതും ഇതൊക്കെ അല്ലേ പറയാൻ പോണത്. മിച്ചറൊന്നുമില്ല, ഇതിൽ പാൽപ്പൊടി ഇല്ല. അപ്പോഴേ ഞാനേ ബാബുവിനെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാൻ വിചാരിച്ചിരുന്നാണ്. പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ. എന്താ മണിക്കുട്ടരൊക്കെ വിവരം? മണിക്കുട്ടിയുടെ കാര്യം ഇപ്പൊ എന്താ ചോദിക്കുന്നത്? കുട്ടേട്ടനെ അറിയാം. ആ ബാബു ഒന്ന് പോയി വന്നോട്ടെ. എന്നാലേ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇന്ന് പോട്ടെടേ. അവിടെ എത്തിട്ട് വിളിക്കണ്ട്. മുഴുവൻ തീർക്കല്ലോ. വരുന്നു. എന്താ വഴിക്ക് തന്നെ നിർത്തിണ്ടായി? ഒന്നുമില്ല. കുടിച്ചിട്ടുണ്ടാ? ലേശം. ഇതാണ് കൊണ്ടുവച്ചാ ആ ഹാൻഡ് ബാഗിൽ വെക്ക്. എവിടെ അവിടെ ഇവിടെ വെച്ച് പോരുന്നട്ടോ. എന്താ ഇപ്പൊ അത് ഇത്ര നോക്കാള്? അവിടെ കൊണ്ടേക്കണതേ ഏട്ടന്റെ ഫോണാണ്. ഇതെന്താ ഏട്ടൻ വേണ്ടേ? ഇതിലൊന്നുമില്ല. എന്തൊന്നുമില്ല. എവിടെ പാസ്പോർട്ട്? ചന്ദ്രേട്ടന്റെ അവിടുന്ന് പാസ്പോർട്ട് അവിടെ വെച്ചോ? ഒന്ന് പോയോക്കടാ. രണ്ടുകൂടി ചെല്ലുണ്ട്. ഇക്കോത്തിന് ഏട്ടൻ്റെ ഒപ്പം പോയാലേ ഏട്ടൻ നീ പണം മറന്നു അച്ഛനോട് വിളിക്കാം. ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വാ. എവിടേക്ക് പോണ്ടായി? ഹലോ ബാബു, ഇജ് എവിടെ? ആ ഏട്ടന്റെ പാസ്പോർട്ടോ കൂടി ആ ഫോട്ടോസ്റ്റാറ്റിന്റെ കടയിൽ കൊണ്ടുവച്ചിരുന്നു. അതിന്റെ ഒറിജിനലൊന്നും എടുത്തിട്ടില്ല. ആ ഫോട്ടോ കോപ്പി മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് വേ പോയി നോക്കാം. പോണ്ട നേരെ ഇറങ്ങേണ്ട നേരെ ഇവിടെ ആയില്ലേ? അവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണ്ടല്ലോ. വേ ചെല്ല്. എവിടുന്നാണ് അത് നടത്തി വാങ്ങുന്നത്? ബാറിലെങ്ങാനും പോയോ? അവിടെ എങ്ങാനും വെച്ചത്? കൂട്ടിച്ചെടുക്കാൻ കൊണ്ടാക്കിക്കോ. ഏടാ മൂട്. ഹലോ അവിടെ ഒന്ന് വേഗം കടയിൽ വന്നാണ്. അർജന്റാണ്. ഇവിടെ ഏട്ടൻ പാസ്പോർട്ട് മറന്നിട്ടുണ്ടല്ലോ. ഇല്ലേ, അത് ഇവിടെ മറന്നു ഏട്ടൻ പറഞ്ഞു. വേഗം വരി. ഇതിലൊരു വഴി പോകണത്. ശരി, ഒന്ന് എളുപ്പം വരി ഏട്ടങ്ങളെ. അർജന്റാണ്. ഇവിടെ ഒന്നും ഇല്ലടോ. ഞാൻ ഇതൊക്കെ വന്നെടുത്ത് അപ്പൊ തന്നെ പുറത്തതാണ്. ഫോട്ടോ കോപ്പി കൊടുത്തിട്ടില്ല. അതിനുള്ളിൽ എന്താ നോക്കിയേക്കാണ്? ഇതിന്റെ ഉള്ളിലൊക്കെ ഞാൻ നോക്കണം. വലിപ്പിലൊന്നും ഇല്ലടോ. ഇതിലൊന്നും ഇല്ല. ഇവിടെ ഒന്ന് നോക്കാം. ഞാനേ ഞാൻ 10 ഉറുപ്പിക ഫോട്ടോസ് അതിന്റെ പൈസയും തന്നിട്ടില്ല. ഇത് ബാബുവേട്ടന്റെ പാസ്പോർട്ട് അല്ലേ? ഇത് എവിടുന്ന കിട്ടി കുട്ടിയെ? ഇതാ വഴിയില് കിടന്നാണേ. വഴിയിലോ? ആ
എന്തായാലും നന്ദി ഉണ്ടോ കുട്ടിയെ. എന്നാ ശരി ഇട്ടോളി. കാര്യങ്ങള് സാധനം ഇവിടെ കാണാനും ഇല്ല. ഇപ്പൊ ഇതെവിടെ വെച്ചിട്ടുണ്ടാവും. ഇനി വാരി ഈ നേരത്ത് അതെന്താ ബാബുവാ, ആ ഇനി അവിടെ തരേണ്ട, ഇങ്ങോട്ട് പോരെ. പാസ്പോർട്ട് ഇവിടെ കിട്ടിയണോ? ആ വേണം വന്നാ മതി. ആ ഉണ്ടായിക്കോട്ടെ, എന്നാ ശരി അപ്പൊ വരാം. പിന്നെ ചേട്ടാ സാധനം കിട്ടിക്കുള്ളൂ, പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇന്നോട് ക്ഷമിക്കാൻ വലിച്ചു തരിക. അർജന്റാണ്, നേരെ ഒന്നും സംസാരിക്കാൻ നേരെ ഞങ്ങൾക്ക് വന്നിട്ട് കാണാം. ഓക്കെ, എന്റെ ഫോൺ എടുത്തോണ്ടേക്കാം. എന്തൊക്കെ കാട്ടിക്കുട്ടി അവൻ എത്രയും നേരം അവിടെ. ആരും ഗൾഫിലേക്ക് പോവാത്തവരെ പോലെ. ഒന്നിട്ട് വേഗം വെക്കണം കേട്ടേ. നേരെ ഇവിടെ എത്ര വിചാരം കണ്ടു വെക്ക്. മറ്റോന് ഏത് അടുപ്പിലാ പോയി കിടക്കണമെന്ന് അറിയില്ല. ആ പാസ്പോർട്ടും ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ? അതൊക്കെ എടുത്തു. നിങ്ങൾ അവിടെ എത്തിട്ട് വിളിക്ക്. എന്തായിക്കോട്ടെ അമ്മ, ഞാൻ പോവാ. ഞാൻ വന്നിട്ടേ അവിടെ എത്തിട്ട് വിളിക്കട്ടെ. ആയിക്കോട്ടെ. 3 hours later. അതോളിയാ. ബാബു എയർപോർട്ടിലെത്തി. അവനാക്കിയിട്ട് ഞങ്ങളോട് പോന്നു. അകത്ത് കയറി. ഇല്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ശരി ഓക്കെ. 2 hours later. ഞാനേ പൈസ എടുത്തില്ല, ഒരു മിനിറ്റ്. ആരപ്പത്? അപ്പൊ എന്താണ് ഇജ്ജ് പോയില്ലേ? അതൊക്കെ ഞാൻ പറയാം. പൈസ എടുത്തിട്ടാണ് ഞാൻ വണ്ടിയുടെ വാടക കൊടുക്കണം. ഇന്ന് അതിലുണ്ടാവും പൈസ. തീർത്ത എത്രയാണ്? 1500. അപ്പൊ എന്തുണ്ടായി? എന്തെന്താ വെച്ചാ ഏട്ടന് പറഞ്ഞ പോലെ ഇതിനൊക്കെ എന്ത് വന്നാലും ഏട്ടന് കള്ളുടിയല്ലേ മുന്നില്. അത് കാരണം എന്റെ ഫ്ലൈറ്റ് പോയി. സാറിന്റെ ഫയലുണ്ട്, അതില് നാളെ സബ്മിറ്റ് ചെയ്യാൻ ഫയലാത്ര. അത് ഞാൻ എങ്ങനെ അവിടെ എത്തിക്കുക? ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ പോലൊക്കെ മനസ്സിലായോ? ഓന്റെ ഒരു ഒടുക്കത്തൊരു കള്ളുടി. അമ്മ എന്നാ അതൊക്കെ വെച്ചോളി, ഞാനേ റോട്ടിൽ പോയിട്ട് വരാം. ഇനി പായക്കുന്ന നടക്കുള്ളൂ.